ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു ചുക്കപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടി ഞാനിത് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് എള്ളുണ്ട്, കുറച്ച് ജീരകം ഒരു ടേസ്റ്റിന്, പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടി നമുക്ക് കുഴക്കണമല്ലോ, അപ്പോൾ അത് ഗ്യാസ് കത്തിച്ച് നമുക്ക് അടുപ്പിൽ വെക്കാം. അപ്പോൾ അതിനാവശ്യത്തിന് ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഉപ്പിട്ട് ജാസ്തിയായി പോകുന്നതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ തന്നെ ഇടുക ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഇത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഗൈസ്. കണ്ടല്ലോ. അപ്പോൾ വെള്ളം തിളച്ചതിൻ്റെ ശേഷം നമുക്ക് അത് പൊടി കുഴച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ആവശ്യത്തിന് കുറച്ച് അരിപ്പൊടി എടുത്തിരുന്നുണ്ട്. ഓരോരുത്തർക്ക് എത്രയാണ് വേണ്ടത് അങ്ങനെ ആക്കിയാൽ മതി. ഞാൻ ഇപ്പോൾ കുറച്ചേ എടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും എടുക്കുന്നില്ല. ഇത്രയാണ് ആക്കുന്നത്. കുഞ്ഞേ നിനക്കു വേണ്ടി കാത്തു നിൽപ്പൂ. കുറച്ച് എള്ളിട്ട് കൊടുക്കുന്നുണ്ടേ. വെള്ളവും ഇട്ട് കൊടുത്തു ഞാൻ. ഇനി ഇച്ചിരി ജീരകം ഇട്ട് കൊടുക്കട്ടെ. അധികം വേണ്ട, ലേശം മതി. ഒന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുക, അതിൻ്റെ ഒരു മണത്തിന് വേണ്ടിയിട്ട്. വെള്ളമാണ് അതിൽ കൂടുതൽ നിറഞ്ഞ് നിൽക്കേണ്ടത്. അപ്പോൾ ഇതാ കയ്യിനെ കൊണ്ട് തിരുമ്മിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഇടുന്നുള്ളൂ ജീരകം, ഒരുപാടൊന്നും ഇടുന്നില്ല. അവർ ജീരകത്തിൻ്റെ ചൊയ്യും കൂടി വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. വെള്ളമാണ് ഇതിൽ കൂടുതലുണ്ടാവുക. അപ്പോൾ ഗ്യാസ് ഓഫാക്കാം. ഇതിലേക്ക് ഞാൻ ഈ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി മിക്സ് ആക്കണം. ഒന്ന് മിക്സ് ആക്കട്ടെ, എന്നിട്ട് വേണ്ടിക്കൽ വീണ്ടും എടുക്കാം. കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഇത് കൈ കൊണ്ട് നമുക്ക് തൊടാൻ പറ്റും. നല്ല തിളച്ച വെള്ളത്തിൽ കുഴക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട്. അപ്പം തണിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിത് കൈ കൊണ്ട് കുഴക്കാം. പാകത്തിന് കുഴഞ്ഞിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കണ്ട, ഞാൻ ഒഴിച്ച വെള്ളം കറക്റ്റാണ്. അപ്പോൾ തണിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ മൊത്തത്തിലൊന്ന് നമുക്ക് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതൊന്ന് തണിയട്ടെ ഗൈസ്. ഇത് ആവി പറക്കുന്ന കാണുന്നില്ലേ? വാ, പച്ചവെള്ളത്തിൽ കൈ കുത്തിയിട്ട് ആക്കാം നമുക്ക്. ഞാൻ അങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാൻ നോക്കാം. മറ്റൊരുപാട് അപ്പോൾ ഇതാ ഞാനൊന്ന് പച്ചവെള്ളത്തിൽ കൈ കുത്തി എന്നിട്ട് കുഴക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അധികം ചൂടുണ്ടാവില്ലല്ലോ. എന്നാലും തീരെ ചൂടില്ലാണ്ടൊന്നുമില്ല, ഉണ്ട്. കണ്ട, ആവി വറക്കുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ നിങ്ങൾ. നല്ല അടിപൊളിയായിട്ട് ആവി പോകുന്നുണ്ട്. എന്നാലും വേണ്ടില്ല, ഒന്ന് കുഴച്ചെടുക്കട്ടെ. ഇതിനെ നല്ല മയപ്പെടുത്തി എടുക്കണം. ഏകദേശം കിട്ടുന്നുണ്ട്. ഓക്കെ, കിട്ടി. അപ്പോൾ അതിൻ്റെ ടോപ്പ് ഒന്ന് ഞാൻ തുടച്ചിട്ട് ഇതിലേക്കൂടി ഇനി ഒന്ന് ഞാൻ മയപ്പെടുത്തട്ടെ. നമ്മൾ ചപ്പാത്തീൻ്റെ എല്ലാം
കൂട്ടാക്കുന്നില്ലേ അതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പം നല്ല സോഫ്റ്റാവും. അപ്പം ചുക്കപ്പത്തിന് നല്ല ഇതുണ്ടാവും. ഒഴിച്ച വെള്ളമെല്ലാം കറക്റ്റായിരുന്നു. പിന്നെ ഇത് എരിവ് ചേർത്തിട്ടും ആക്കും ചുക്കപ്പം. ഞാനിപ്പോൾ എരിവൊന്നും ആക്കാത്ത ചുക്കപ്പമാണ് ആക്കുന്നത്. മഞ്ഞൾപ്പൊടി മുളക് പൊടിയെല്ലാം ഇട്ടിട്ടാക്കും. ഞാനൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ള ചുക്കപ്പാണ് കേട്ടോ ആക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കിനി എണ്ണയിലിട്ട് വറുത്ത് കോരുകയാണ് വേണ്ടത്. ചെറിയ ചെറിയ ഇതാക്കിയിട്ട് വറുത്ത് കോരി എടുക്കണം. നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇനി ഞാൻ എണ്ണ എടുത്തിട്ട് വെക്കട്ടെ. അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ചീനിച്ചട്ടി വെക്കട്ടെ. ചീനിച്ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതാ ഇനി വെളിച്ചെണ്ണ കാഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാ ചുക്കടൂ എന്തിനാ കരയുന്നു? തുക്കുടൂന് ആരും മീൻ വാങ്ങി തന്നില്ലേ? തുക്കുടു ഓടുന്നാട്ടിനെല്ലാവരോ മീൻ വാങ്ങുന്ന നേരത്ത് ഞാൻ വാങ്ങിയിട്ടില്ല. എനിക്ക് മീൻ വേണ്ടല്ലോ. തുക്കുടു തോക്കുടു കുഞ്ഞി തുക്കുടുവേ, അപ്പുറത്തെ അവർ വാങ്ങിയിട്ടില്ലേ മീൻ? അവിടെ നിർത്തിയിട്ട് കണ്ടില്ലല്ലോ. പോയി നോക്ക്, കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയി കഴിച്ചോ കേട്ടാ. അപ്പോൾ ഗൈസ് ഇതാ എണ്ണ കാഞ്ഞിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഉരുട്ടുക, ചെറിയ തോതിൽ ഉരുട്ടിയിട്ട് ഒന്ന് പരത്തുക. അതാണ് ചുക്കപ്പം. എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞ് വരും. ഇപ്പം അന്നേരം കോരി എടുത്തോളൂ. അത്രയേ ഉള്ളൂ പരിപാടി. വേഗം കഴിയുന്ന പരിപാടിയാണ്. ഇതൊന്ന് കുഴക്കാനുള്ള ഒരു സമയത്തിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഇതാ കണ്ടല്ലോ. എന്നിട്ട് വറുത്ത് കോരി എടുത്തോളൂ. മറിച്ചു ആക്കിയിട്ടിടാം. അത് ആദ്യം തന്നെ ഉരുട്ടി ഇങ്ങനെ ഇത് പരത്തി വെച്ചതാണെങ്കിൽ വേഗം കഴിയും. ഞാൻ പിന്നെ ആദ്യം ചോദിച്ച വേഗം എണ്ണയിലേക്ക് ഇട്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ആദ്യം ഞാൻ ഇട്ടത് അതിനെ ഞാൻ കോരിയെടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ എണ്ണയെല്ലാം പോട്ടെ. അപ്പോൾ ഇത്രയും ഞാൻ വീണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ എടുത്തിടാം. ഇങ്ങനെ ആക്കി വെച്ചാൽ വേഗം കഴിയും. അതാകുമ്പം വേഗം കഴിഞ്ഞ് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നായിട്ട് തന്നെ വേഗം നമുക്കെല്ലാം ഇടാമല്ലോ. ചുക്കപ്പം അങ്ങനെ ഇതാ എണ്ണയിൽ നിന്ന് തത്തിക്കളിക്കുന്നുണ്ട് ഗൈസ്. കണ്ടല്ലോ. സിമ്മിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അധികം ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം കരിഞ്ഞ പോലെ ഇപ്പോൾ. അപ്പോൾ സാവധാനം ഇതായിട്ട് വരണം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഞാൻ പിന്നെ എരിവൊന്നും ആക്കിയില്ല. എരിവുള്ളത് ഇഷ്ടമുള്ള കൂട്ടർക്ക് പറങ്കിപ്പൊടിയെല്ലാം ഇട്ടിട്ട് മുളക് പൊടി ഉണ്ടല്ലോ അത് ഇട്ടിട്ടെല്ലാം ആക്കാം. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ആക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതാ എൻ്റെ ചുക്കപ്പല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റിലെത്തതാണിത്. ഇതുമെല്ലാമായി. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് കോരിയെടുക്കാം. അപ്പം ഞാൻ തീ ഓഫാക്കി. ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് താമസമേ ഉള്ളൂ. പിന്നെ എല്ലാം പെട്ടെന്നാവും.
അപ്പം എല്ലാം കോരി എടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എണ്ണയെല്ലാം ഊറ്റിയെടുക്കട്ടെ. നല്ല കറുമുറ പൊട്ടുന്നത് തന്നെയാണ് ചുക്കപ്പം, ഒന്നും പറയാനില്ല. ഇതാ എല്ലാം ഞാൻ എടുത്ത്. അപ്പോൾ ഇതാ ഗൈസ്, ഇത്രയാണ് ഞാൻ ആ കാണിച്ച കൂട്ടിനുള്ള ചുക്കപ്പം. ഇതാ നല്ല അടിപൊളി കാണുന്നില്ലേ? ഇതാ ഒച്ചയെല്ലാം കേൾക്കുന്നില്ലേ? ഞാൻ വേണ്ടിക്കൽ ചൂടുണ്ട്, ഇല്ലെങ്കിൽ തണ്ണി ഒന്ന് എടുത്തിട്ട് തിന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, കാണൂല കേൾക്കും. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ഒന്ന് ആവാനുള്ള താമസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വേഗം കഴിയും കുഴച്ചാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.